മൂവാറ്റുപുഴ നഗരത്തിന്റെ ചിരകാല സ്വപ്നമായ നഗരവികസന പദ്ധതിയിലെ നഗര റോഡിന്റെ ഉദ്ഘാടനം ഈ മാസം 6-ാം തീയതി നടക്കുമെന്ന് മാത്യു കുഴൽനാടൻ എം.എൽ.എ. വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈൻ വഴിയാണ് റോഡിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. മൂവാറ്റുപുഴയെ സംബന്ധിച്ചിടത്തോളം നഗരവികസനം ഒരു ദീർഘകാല സ്വപ്ന പദ്ധതിയായിരുന്നു. ഭരണപരമായ കാലതാമസങ്ങൾ, സാങ്കേതിക തടസ്സങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എന്നിവയ്ക്കൊപ്പം രാഷ്ട്രീയ പകപോക്കലുകളുടെ ഭാഗമായി നഗരത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്താൻ നടന്ന ശ്രമങ്ങളും പദ്ധതിയുടെ പുരോഗതിയെ പ്രതികൂലമായി ബാധിച്ചിരുന്നു. എന്നിരുന്നാലും അവയെല്ലാം മറികടന്ന് നഗര റോഡ് ഉൾപ്പെടെയുള്ള വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞത് മൂവാറ്റുപുഴയ്ക്ക് വലിയ നേട്ടമാണെന്നും എം.എൽ.എ. പറഞ്ഞു. നഗര റോഡിൻ്റെ വികസനം ഏതാണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ 90-95% പൂർത്തിയായി. തെരഞ്ഞെടുപ്പ് വരുന്ന പശ്ചാത്തലത്തിൽ കൂടി സംസ്ഥാന സർക്കാരും എല്ലാ പദ്ധതികളുടെയും ഉദ്ഘാടനം നടത്തി വരികയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി മൂവാറ്റുപുഴ ദീർഘകാലമായി ആഗ്രഹിച്ചിട്ടുള്ള അല്ലെങ്കിൽ പരിശ്രമിച്ചിട്ടുള്ള നമ്മളെല്ലാവരും വളരെ പ്രതീക്ഷയോടെ നോക്കിയിരുന്ന നഗര റോഡ് വികസനത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ഈ വരുന്ന 6-ാം തീയതി 4 മണിക്ക് ബഹുമാനായ മുഖ്യമന്ത്രി തന്നെ നിർവഹിക്കും. ഓൺലൈനായിട്ടാണ് അദ്ദേഹം ഉണ്ടാവുക. അത് നിർവഹിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അതനുസരിച്ചുള്ള മറ്റ് കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു നിർദ്ദേശം അല്ലെങ്കിൽ അതിനുള്ളൊരു തയ്യാറെടുപ്പ് വേണമെന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ 6-ാം തീയതി നമുക്ക് സൗകര്യമാണോ എന്ന് ചോദിച്ച് വിളിച്ചിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു ദിവസം പോലും വൈകിക്കേണ്ട, അപ്പോൾ ഏത് സമയത്ത് മുഖ്യമന്ത്രിക്ക് സമയമുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ 6-ാം തീയതിയിലെ അദ്ദേഹത്തിൻ്റെ ഒരു ലൈൻ ഓഫ് ഇനാഗുറേഷൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇതുകൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഔദ്യോഗികമായി നിങ്ങളെ അറിയിക്കുകയും മൂവാറ്റുപുഴയുടെ ദീർഘകാലത്തെ ഒരു സ്വപ്നമാണ് യാഥാർത്ഥ്യമാകുന്നത്. അതിൽ പൂർത്തീകരിക്കാൻ കഴിഞ്ഞതിനുള്ള വലിയൊരു സന്തോഷവും അഭിമാനവും ചാരിതാർത്ഥ്യവും ഒക്കെ ഉണ്ട്. അതിനുവേണ്ടി സഹായിച്ച ഒത്തിരി പേരുണ്ട്. ഇതിനു മുമ്പേ ആ പണിക്ക് വേണ്ടി അല്ലെങ്കിൽ ആ വർക്കിന് വേണ്ടിയിട്ട് നിന്ന ജനപ്രതിനിധികളുണ്ട്. ഇവിടുത്തെ കഴിഞ്ഞ മുനിസിപ്പൽ ഭരണസമിതിയുണ്ട്. അതുപോലെ അതിന് വേണ്ടിയിട്ട് എന്നോടൊപ്പം നിന്ന് പ്രവർത്തിച്ച മറ്റാളുകളുണ്ട്. അതുപോലെ ഉദ്യോഗസ്ഥർ, KRFB, അതുപോലെ ഈ യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാവരോടുള്ള നന്ദിയും കടപ്പാടും മൂവാറ്റുപുഴയിലെ ജനങ്ങൾക്ക് വേണ്ടി MLA എന്ന നിലയിൽ ഞാൻ ഈ ഘട്ടത്തിൽ പറയുകയാണ്. 45 കോടി 20 ലക്ഷം രൂപയാണ് നഗരവികസന പദ്ധതിയുടെ മൊത്തം ചെലവ്. കച്ചേരിത്താഴത്തെ 3ാമതൊരു പാലം കൂടി വരുന്നതോടെ നഗരത്തിലെ ഗതാഗത സംവിധാനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുകയും നഗരത്തിന്റെ മുഖച്ഛായ മാറുകയും ചെയ്യുന്ന രീതിയിലാണ് നഗരവികസനം പൂർണ്ണമായും രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. നഗര റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. നഗരത്തിലെ ബ്യൂട്ടിഫിക്കേഷൻ വർക്കുകളുടെ ഭാഗമായി ലൈറ്റുകളും അനുബന്ധ പ്രവൃത്തികളുമാണ് നിലവിൽ ബാക്കിയുള്ളത്. നഗര റോഡിന്റെ ഉദ്ഘാടനം നടക്കുന്നതോടെ മൂവാറ്റുപുഴ നഗരത്തിന്റെ വികസന ചരിത്രത്തിൽ ഒരു പ്രധാന നാഴികക്കല്ലാണ് കുറിക്കപ്പെടുന്നത്. നഗരവികസനം പൂർത്തിയാക്കാനായതിലൂടെ കൂടുതൽ മികച്ച മൂവാറ്റുപുഴ എന്ന ലക്ഷ്യത്തിലേക്കുള്ള വലിയ മുന്നേറ്റം നടത്തിയിരിക്കുകയാണെന്നും MLA പറഞ്ഞു. MLAയുടെ വാർത്താ സമ്മേളനത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി, UDF നിയോജകമണ്ഡലം ചെയർമാൻ അഡ്വക്കേറ്റ് KM സലീം, കൺവീനർ KM അബ്ദുൽ മജീദ് എന്നിവരും പങ്കെടുത്തു. കുക്കിംഗ് ആരുടേതാണെങ്കിലും ഹൈസ ഉണ്ടെങ്കിൽ രുചിയുടെ മേളാങ്കമല്ലേ? എന്താലേ ഹൈസയുടെ ഒരു രുചി. ഇനി എല്ലാ ഫംഗ്ഷനും ഇവൻ തന്നെ താരം. ഹൈസ കറി പൗഡർ, the taste of royalty.